വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11ആയി. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത്, അമീബിക് മസ്തിഷ്ക ജ്വരം ഈ ഓണക്കാലത്ത് ആശങ്കയാവുകയാണോ കൂടുതലായി? സുജിയ, ആരോഗ്യ വകുപ്പിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഊർജിതമായി തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വരബാധ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം സ്വദേശിയാണ്, 10 വയസ്സുകാരനാണ്. ഈ കുട്ടിക്ക് രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം പോസിറ്റീവായത്. ഏതായാലും തുടർ ചികിത്സകൾ നൽകുന്നുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഇതോടെ മെഡിക്കൽ കോളേജിൽ 11 പേർ ചികിത്സയിലുണ്ട്. അതിൽ വയനാട് സ്വദേശിയും മലപ്പുറം സ്വദേശികളും കോഴിക്കോട് സ്വദേശികളും ഒക്കെയുണ്ട്. അതിൽ കഴിഞ്ഞ 2 ദിവസം മുൻപ് 2 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. അതിൽ ഈ 3 മാസം പ്രായമായ കുഞ്ഞുൾപ്പെടെ 2 പേർ മരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രിൻസിപ്പൽ നൽകിയ ഒരു പ്രതികരണം, മറ്റുള്ളവരുടെ ആരോഗ്യനില അത് നിരീക്ഷിച്ചു വരികയാണ്, വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു മറുപടിയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരാൾക്ക് കൂടി രോഗബാധയുണ്ടായതോടുകൂടി 11 പേർക്ക് രോഗം വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ക്ലോറിനേഷൻ അടക്കമുള്ള പ്രതിരോധ നടപടികൾ ഊർജിതമായ ആരോഗ്യ വകുപ്പ് നടത്തുന്നുണ്ട്. അതിനിടയിൽ ഒരാൾക്ക് കൂടി പോസിറ്റീവായി എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. സുജിയ, വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്.